കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയുള്ളതായ പാഠങ്ങളാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 6-ാമത്തെ പാഠമാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ളതായ തലക്കെട്ടോടുകൂടിയുള്ള ഈ പാഠത്തിന് ചർച്ച ചെയ്യുവാൻ 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ എഡ്വിൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പാസ്റ്റർ മഹേഷ് ഇന്നും ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പാഠത്തിൽ പരീശന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ പല ചോദ്യങ്ങൾ ചോദിച്ച് കുടുക്കുവാൻ തക്കവണ്ണം നോക്കുന്നതായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ പാഠം മുഴുവനായും പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും അവരുടെ ചോദ്യങ്ങൾക്ക് മറുചോദ്യം ചോദിച്ച് അവരുടെ വായ അടപ്പിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യഹൂദന്മാരുടെ ആചാരപ്രകാരങ്ങൾ, ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ, ഇതൊക്കെ കർത്താവായ യേശു ക്രിസ്തു അനുവർത്തിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അനുവർത്തിക്കണം എന്നുള്ളതായ ചിന്ത ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യമാണ്. പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. പാസ്റ്റർ എഡ്വിൻ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ ആരോപണം ഈ പരീശന്മാർ യേശു ക്രിസ്തുവിനെ ബോധിപ്പിച്ചു. എന്താണ് ഈ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം? അതിൻ്റെ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് എന്താണ് ഈ കൈ കഴുകലിനെ കുറിച്ച് പറയുന്നത്? യഹൂദന്മാർ ഇവിടെ കൈക്കഴുകൽ എന്ന് പറയുന്നത് അത് പ്രത്യേക തരം ഒരു ആചാര രീതിയായിട്ടുള്ള ഒരു കൈക്കഴുകലാണ്. നമ്മൾ ബാർക്ലേ കമൻട്രി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു മുട്ടത്തോട്, ആ മുട്ടത്തോടിൻ്റെ അകത്ത് എത്ര വെള്ളം കൊള്ളുവാൻ സാധിക്കുമോ അത്രയും വെള്ളത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ കൈക്കഴുകൽ. അത് വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുന്ന ഒരു ആചാരം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ട് നമ്മൾ ബാർക്ലേ കമൻട്രിയിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഹൂദന്മാർ കൂടുതൽ അവർ ഊന്നൽ നൽകിയത് അവർ മനുഷ്യരുടെ പാരമ്പര്യങ്ങൾക്കാണ്. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിനെക്കുറിച്ച് കാണുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ ഒന്നിനും ദൈവം വിരുദ്ധമായിട്ടല്ല, എന്നാൽ മനുഷ്യർ ഉണ്ടാക്കിയ പാരമ്പര്യങ്ങൾ അത് നമുക്ക് അനുസരിക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ സാധാരണ രീതിയിൽ കൈ കഴുകുന്നതിനെക്കുറിച്ച് വേദപുസ്തകം നമ്മളുടെ കൈകൾ ശുദ്ധമാക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നാൽ മനുഷ്യ പാരമ്പര്യങ്ങൾ അത് നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയാണ്. നമ്മൾ ചില കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആഹാരം വിളമ്പുന്നതിൻ്റെ ഒപ്പം ഈ നെയ്യ് നൽകുന്നതായ ഒരു ചടങ്ങുണ്ട്. അത് ഒരു വാഴയുടെ ഒരു തണ്ട് ഒരു നെയ്യ് പാത്രത്തിനകത്തിട്ട് ആ തണ്ടിങ്ങനെ കുടഞ്ഞിട്ട് പോകുന്നത് അത് ആചാരം മാത്രമാണ്. അതല്ലാതെ നെയ്യ് നമുക്ക് തന്ന് ആ നെയ്യ് കൂട്ടി ചോറ് കഴിക്കണം എന്നുള്ളതായ ഒരു കാര്യത്തോടു കൂടിയല്ല. അതുപോലെ ആയിരിക്കും ഈ കൈ കഴുകലിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം. പാസ്റ്റർ മഹേഷ്, അനേക ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ ഈ ഭാഗത്ത് വേദപുസ്തകത്തിൽ വിവരിക്കുന്നു. ഈ യഹൂദന്മാരുടെ പാരമ്പര്യത്തെ യേശു ക്രിസ്തു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നമ്മൾ നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീം ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും അവർ കൽപ്പനാ ലംഘനത്തിലേക്ക് കടന്നു പോകുന്നതായിട്ടുള്ള സമയത്താണ് അവർക്ക് ശിക്ഷകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർ അടിമ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. എന്നാൽ അതിനുശേഷം അവർ വീണ്ടും ഈ കൽപ്പനയ്ക്ക് ഊന്നൽ കൊടുക്കാതെ അവർ കുറേ നിയമങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് അവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിച്ച് വരുന്നതായിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് അവർ പിന്തുടരുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സമയമാകുമ്പോഴേക്കും കർത്താവ് യേശുക്രിസ്തു അവർ വിളിക്കുന്നത് കപടഭക്തിക്കാരെന്നാണ് വിളിക്കുന്നത്. അതിനർത്ഥം അവർ കപടമായിട്ട് ഇതൊക്കെയും ആചരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു നിർബന്ധമായിട്ട് ഇത് കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അത് കർത്താവ് യേശുക്രിസ്തുവും അനുഷ്ഠിച്ചു പോകണം എന്നുള്ളതായിട്ടുള്ള കാര്യം അവർ അടിച്ചേൽപ്പിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ശക്തമായി അത് എതിർക്കുകയും അവരെ ആ കപടഭക്തിക്കാരെന്ന് വിളിച്ച്, അല്ലെങ്കിൽ അവരുടെ പുളിച്ച മാവ് നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അവരെ കളിയാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ
സാധിക്കും. ഈ ആധുനിക യുഗത്തിൽ ഇങ്ങനെയുള്ളതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും സ്ഥാനമില്ലാതെ വരുന്നതായ ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും ഈ മതകാര്യങ്ങളിൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇപ്പോഴും വളരെ പ്രധാന സംഭവങ്ങളായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. പാസ്റ്റർ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇത്തരത്തിൽ പരാമർശങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് യേശു ക്രിസ്തു ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്താണ് ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത്? ഇവിടെ പരീശന്മാർ അവിടെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പഴയ നിയമത്തിൽ തന്നെ ഏത് ആഹാര വസ്തുവാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായ നമ്മൾ കഴിക്കേണ്ടത്, എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു വ്യവസ്ഥ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വചനം അവരെ ചില സഭാവിഭാഗത്തിലുള്ളവർ അവർ ചിന്തിക്കുന്നത്, നമ്മൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അകത്ത് പോകുന്നത് ഒന്നും നമ്മൾ അശുദ്ധമാക്കത്തില്ല, അകത്തിരുന്ന് പുറത്ത് വരുന്നതേ നമ്മൾ അശുദ്ധമാക്കും, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം, സ്തോത്രത്തോടെ എന്ത് വേണമെങ്കിലും കഴിക്കാം എന്ന് ഉള്ള ഒരു വ്യാഖ്യാനമാണ് ജനം അവിടെ ലോകത്തെ പല മാർഗങ്ങളിലും അവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവം അവിടെ ആഹാരക്കാര്യത്തിനെ കുറിച്ചല്ല, മനുഷ്യർ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ദൈവവചനം നിർദ്ദേശിക്കുന്ന പ്രകാരം ശുദ്ധമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ദൈവം കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെ മാറ്റിവെക്കണം. മറ്റൊരു കാര്യം, നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തിരുന്ന് ദൈവത്തിന് പ്രസാദമുള്ള ചിന്തകൾ മാത്രമാണ് വരേണ്ടത്, അല്ലാതെ മറ്റു രീതിക്കല്ല. പലപ്പോഴും ഈ പത്രോസിന് ലഭിച്ചതായ ഒരു ദർശനമുണ്ട്. ആ ദർശനവും ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ വചനവും ഉദ്ധരിച്ചുകൊണ്ട് പല ക്രൈസ്തവരെന്ന് പറയുന്നവർ തന്നെ എന്ത് വേണമെങ്കിലും കഴിക്കാം, കർത്താവ് യേശു ക്രിസ്തു ഒന്നും വിലക്കിയിട്ടില്ല, കർത്താവ് എല്ലാം ശുദ്ധമാക്കിയിട്ടുണ്ട്, നമുക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കാം എന്ന കാപട്യത്തോടുകൂടെ സംസാരിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നാം കഴിക്കുന്നതായ ഭക്ഷണമല്ല മനുഷ്യനെ ശുദ്ധമാക്കുന്നത്, അതിലുപരി നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തും. അതുകൊണ്ട് പരീശന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇത്തരത്തിൽ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയുള്ളതായ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളതായ അർത്ഥത്തോടു കൂടിയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, അശുദ്ധവും ശുദ്ധവുമായുള്ളതായ കാര്യത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്തു പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളിൽ ഒരു വ്യക്തിയെ മലിനമാക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അശുദ്ധമാക്കുന്നില്ല, അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയിട്ട് കുടലിലൂടെ അത് പുറത്തേക്ക് പോകുന്നു എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു ഇത് പറയാനുള്ളതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നേരത്തെ കൈ കഴുകുന്നതായിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ആരെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ അവർ ചെയ്യണം. അതിനുള്ള കാരണം, മറ്റ് ജാതികളായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്തതായിട്ടുള്ള ആളുകളുമായിട്ട് സമ്പർക്കമോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ഇടപഴകൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അവരെ അശുദ്ധമാക്കി തീർക്കും എന്നവർ വിശ്വസിച്ചു കൊണ്ടാണ് അവർ ഇപ്രകാരത്തിലുള്ള പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ പിന്തുടർന്നിരുന്നത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുന്നു, അങ്ങനെ ജാതീയമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുമായിട്ട് നിങ്ങൾ സമ്പർക്കം ഉണ്ടാകുന്നതിലൂടെ അത് നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷിക്കുന്നതായിട്ടുള്ള ആഹാരവും നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല. ശരിക്കും നിങ്ങളെ അശുദ്ധമാക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ ഇടുന്നത്, അതിൽ നിന്നും പുറത്തു വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത് എന്നാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ എടുത്തു പറയുന്നത്. പാസ്റ്റർ എഡ്വിൻ, ഈ സംഭവം നടന്നതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു രോഗിയായ മകളുള്ള ഒരു സുറേഫക്കാനിക്കാരിയായ ഒരു വ്യക്തി, ഒരു സ്ത്രീ വന്ന് യേശു ക്രിസ്തുവിനോട് സംവാദിക്കുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? യേശു ക്രിസ്തു ആ സ്ത്രീയോട് എന്താണ് പറഞ്ഞത്? യേശു ക്രിസ്തുവിനോട് അത്രമാത്രം നിർബന്ധിച്ച് ഈ സ്ത്രീ അവളുടെ മകളെ സൗഖ്യമാക്കണമെന്ന് പറയാനുള്ളതായ കാരണം എന്താണ്? അവിടെ കടന്നു വന്ന ആ സ്ത്രീ ഒരു കാനാന്യ സ്ത്രീയായിരുന്നു എന്ന് മറ്റുള്ള സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പുറജാതിയായിട്ടുള്ള ഒരു സ്ത്രീ കർത്താവോട് അവൾ വന്ന് തൻ്റെ ആവശ്യം പറയുമ്പോൾ
കർത്താവ് അത് കേട്ടില്ല കണ്ടില്ല എന്ന രീതിക്ക് കർത്താവ് ഫ്രണ്ടിലേക്ക് പോകുന്നത് പോലെ ഭാവിക്കുന്നു. അവിടെ കർത്താവ് അങ്ങനെ അവളെ നിരസിക്കുന്നതല്ല. പൊതുവായിട്ട് അന്ന് ഉണ്ടായിരുന്ന മതനേതാക്കൾ ഏത് രീതിയിലാണോ പെരുമാറുന്നത് ആ ഒരു രീതിയാണ് കർത്താവ് അവിടെ കാണിക്കുന്നത്. മറിച്ച് അവളെ കുറ്റപ്പെടുത്താൻ ഉള്ള രീതിയിലല്ല. അടുത്തതായിട്ട് നമ്മൾ കാണുന്നു, അവൾ നിർബന്ധിച്ച് എനിക്ക് കരുണ കാണിക്കണം, എൻ്റെ മകൾക്ക് ഭൂതഗ്രസ്ത ബാധിതയിലിരുന്ന് വിടുതൽ ലഭിക്കണം എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവിടെ പറയുകയാണ്, കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം എടുത്ത് നായ്ക്കൾക്ക് ഇടാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറഞ്ഞത്, യജമാനൻ്റെ മേശയിലിരുന്ന് വീഴുന്നത് ആ തുണ്ടെങ്കിലും ഭവനത്തിലുള്ള നായ്ക്കുട്ടികൾ ഭക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്തു ചെയ്യുന്നുണ്ട്, അവിടെ വിശ്വാസം എന്താണ് എന്നുള്ളതിനെ മറ്റുള്ളവർ അറിയുവാൻ വേണ്ടി കർത്താവ് അവിടെ പറഞ്ഞു, മകളെ നീ പറഞ്ഞ പ്രകാരം നിൻ്റെ മകൾക്ക് എന്ത് ലഭിക്കട്ടെ, സൗഖ്യം ലഭിക്കട്ടെ എന്ന് അവൾ ഏത് കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു വന്നോ ആ ഒരു നന്മ അവൾക്ക് ലഭിക്കുന്നതായി കർത്താവ് പറഞ്ഞ ആ സമയത്ത് തന്നെ അവിടെ ഭവനത്തിൽ ഈ കാനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് കാണുന്നു. പൊതുവെ മറ്റുള്ള യഹൂദജനം ചിന്തിച്ചിരുന്നത് നന്മയും സൗഖ്യവും ഇത് മറ്റുള്ളവർക്ക് ആവശ്യമില്ല, നമുക്ക് മാത്രം എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയുന്നു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. പലപ്പോഴും നമ്മൾ മറ്റു മതസ്ഥരെ നോക്കുമ്പോൾ അവർ ദൈവമില്ലാത്തവരാണ് എന്നും ദൈവത്തിൻ്റെ മക്കളല്ലാത്തവരായിട്ടുമുള്ളത് ആ ഒരു ചിന്ത നമ്മിലുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ ശ്രേഷ്ഠതയുള്ളവരാണ്, മറ്റുള്ളവർ അപ്രകാരമല്ല, അവർക്ക് ഈ വക കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നൊരു ചിന്തയുണ്ട്. നമുക്കുള്ളതായ മുൻവിധി എന്താണ്? ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നോക്കിയതുപോലെ തന്നെ അവിടെ ഒരു മകൾക്ക് വേണ്ടി ഒരു അച്ഛൻ അല്ലെങ്കിൽ പള്ളി പ്രമാണിയായിരിക്കുന്ന യായുറൂസ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നു. അവിടെ യായുറൂസ് എന്ന് പറയുന്നത് ഒരു പള്ളി പ്രമാണി അല്ലെങ്കിൽ ഒരു മത നേതാവ്, ഉന്നത സ്ഥാനം, അതുപോലെ യഹൂദകുലനാണ്. ആ വ്യക്തിയുടെ മകൾക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തു ആ മകൾക്ക് വേണ്ടി അവിടെ സൗഖ്യം നൽകുന്നു. അതേ കാര്യം തന്നെ ഇവിടെയും കർത്താവ് യേശുക്രിസ്തു ചെയ്യുന്നു. ഒരു പുറംജാതിക്കാരിയായിരിക്കുന്ന സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആ സ്ത്രീക്ക് അവൾ വിശ്വാസം കണ്ടിട്ട് ആ സ്ത്രീയുടെ കുഞ്ഞിന് കർത്താവ് യേശുക്രിസ്തു സൗഖ്യം നൽകുന്നു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന് ഒരു വ്യത്യാസവുമില്ല. വിജാതീയനായാലും യഹൂദനായാലും സ്വന്തം ജനമായാലും അല്ലെങ്കിലും കർത്താവ് യേശുക്രിസ്തു എല്ലാവരെയും ഒരുപോലെ കാണുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളും ഒരിക്കലും മുൻവിധിയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എൻ്റെ തൊഴുത്തിൽപ്പെടാത്ത ആടുകൾ വേറെയുമുണ്ട് എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ അവരെ നേടുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ വിധിക്കുന്നതിന് പകരം നമ്മൾ ആ ദൈവിക സ്നേഹം അവർക്കും പകർന്നു കൊടുക്കണം എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ളതായ ഭാഗങ്ങളിൽ ഒരു ചെകിടനായ മനുഷ്യനെ കർത്താവ് യേശുക്രിസ്തു മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ സൗഖ്യമാക്കുന്നതായിട്ട് വേദോത്സവം പറയുന്നു. ഇത്തരത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ കാലഘട്ടത്തിലും പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നതായ അവസ്ഥ നമുക്ക് ഉണ്ടോ? ഈ സൗഖ്യമാകേണ്ടുന്നതായ അവസ്ഥ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടോ? പാസ്റ്റർ പറഞ്ഞ അനുഭവത്തിൽ ആ വ്യക്തിക്ക് സംസാരിക്കുവാനും കഴിയത്തില്ല, അതുപോലെ ചെവി കേൾക്കുവാനും കഴിയത്തില്ല. അത് കർത്താവ് എന്ത് ചെയ്യുന്നു? അവനെ പുറത്ത് കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ കർത്താവ് കൈയിട്ടു എന്നുള്ളതായിട്ട് കാണുന്നു. എന്നിട്ടും പിന്നെ കർത്താവ് അവിടെ പറയുകയാണ്, എഫത്ത എന്നുള്ള ശബ്ദം അല്ലെങ്കിൽ കർത്താവ് ആ വാക്ക് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. എഫത്ത എന്ന് പറയുമ്പോൾ തുറക്കുക അല്ലെങ്കിൽ ഓപ്പൺ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് പ്രഖ്യാപിച്ചപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ ആ കാത് കേൾക്കാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാതെ ആ വ്യക്തി സംസാരിക്കുവാനും നല്ല രീതിയിൽ കാത് കേൾക്കുവാനും ഉള്ള ഒരു ശേഷി ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇന്നും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിൻ്റെ അടുക്കലേക്ക് പലവിധ ആവശ്യമായിട്ട് വരുന്ന ഏത് മതത്തിൽപ്പെട്ട, ഏത് ജാതിയിൽപ്പെട്ട, ഏത് കുടുംബത്തിൽപ്പെട്ട വ്യക്തികളും കർത്താവിനെ അന്വേഷിച്ച് വരുന്നവർക്ക് കർത്താവ് അവർ ആഗ്രഹിക്കുന്ന നന്മ, അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ദൈവം അവരുടെ നന്മ ദൈവം അവർക്ക് നൽകുന്നു. ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാത്താൻ
സാത്താനാൽ പിടിക്കപ്പെട്ട് സംസാരിക്കാനും കേൾക്കുവാനും കഴിയാത്തതായ ആൾക്കാർ ഇന്നും ഉണ്ട് എന്നുള്ളതായ ഒരു വലിയ വസ്തുത ഈ ഭാഗത്ത് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ മഹേഷ്, നമ്മൾ ധാരാളം കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളിൽ ചില അത്ഭുതങ്ങളെക്കുറിച്ച് മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ആ അത്ഭുതങ്ങൾ? നമ്മൾ മുന്നമേ മനസ്സിലാക്കി, അതായത് ഗലീല കടൽ തീരത്തുള്ള അല്ലെങ്കിൽ തടാകത്തിൻ്റെ തീരത്തുള്ളതായിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിച്ചതായിട്ടുള്ള ഭാഗത്ത് അവിടെ കർത്താവ് യേശുക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായിട്ടുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. എന്നാൽ അതിന് സമാനമായ മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച് മർക്കോസ് അപ്പോസ്തലൻ വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ 5 അപ്പവും കുറേ ചെറുമീനുകളും കൊണ്ട് കർത്താവ് യേശുക്രിസ്തു 4000 പേരെ പരിപോഷിപ്പിച്ചതായിട്ടുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഈ ഭാഗത്തെടുത്ത് പറയുന്നത്. അതായത് കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമായിരുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമായിരുന്ന ആളുകൾ വിശന്നിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ കർത്താവ് യേശുക്രിസ്തു വീണ്ടും 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു വീണ്ടും 5 അപ്പവും കുറേ ചെറുമീനുകളും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളതായിട്ടുള്ള അത്ഭുതം മർക്കോസ് അപ്പോസ്തലൻ രണ്ടാമതും എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാസ്റ്റർ എഡ്വിൻ, കർത്താവ് യേശുക്രിസ്തു ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടും ഈ പരീശന്മാരെന്ന് പറയുന്നതായ ഒരു കൂട്ടം ആളുകൾ അഥവാ പ്രമാണിമാർ കർത്താവ് യേശുക്രിസ്തുവിനെ എപ്പോഴും ഇങ്ങനെ ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. ഈ പരീശന്മാരെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഇവർക്ക് സംശയം തോന്നാനും കർത്താവ് യേശുക്രിസ്തു മറിച്ച് അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുന്നത്? ഈ പരീശന്മാർ കർത്താവ് ആ രംഗത്ത് വരുന്നത് വരെ, കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നവരെ ജനങ്ങൾ ഇവരെ നോക്കിക്കണ്ടിരുന്നത് ഇവർ വലിയ വ്യക്തികളാണ്, ഇവരാണ് നേരായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നത്, അവരുടെ രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കൂടി യഥാർത്ഥമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവം എന്താണ്, ഒരു വ്യക്തിയിൽ എന്തൊക്കെയാണ് കാണപ്പെടേണ്ടത് എന്നുള്ളതൊക്കെ ദൈവം അവിടെ തൻ്റെ ശുശ്രൂഷയിൽ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ പരീശന്മാരുടെ പൊഴിച്ചമാവെന്ന് പറയുമ്പോൾ ഈ ആളുകൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ അവരനുസരിക്കുന്നില്ല. അവരുടെ ജീവിതം ഒരു മായ്മാലമായിട്ട് മറ്റുള്ളവർ കാണുകയെ വിശുദ്ധന്മാരെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് പാടില്ല. അതുകൊണ്ടാണ് പരീശന്മാരുടെ പൊളിച്ചമാവിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധയോടെ കൂടെ ഇരിക്കുക എന്നുള്ള കാര്യം കർത്താവോട് പറയുന്നു. എന്നാൽ ശിഷ്യന്മാർ ചിന്തിച്ചത് അവർ ആഹാരത്തിനുള്ള കാര്യം അവർ കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പുളിച്ചമാവ് എന്ന കാര്യം ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല. എന്നാൽ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവരുടെ ഒരു മായ്മാലമായിട്ടുള്ള വെളിവേഷമായിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, അനുഗമിക്കരുത് എന്നുള്ള കാര്യമാണ് കർത്താവോട് പറയുന്നു. കർത്താവ് യേശുക്രിസ്തു ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് യേശുക്രിസ്തു ജീവിച്ചിരുന്നതായ കാലത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയപ്പെടുന്നത് അത്ഭുത പ്രവൃത്തി ചെയ്യുന്നതായ ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഒരുപക്ഷെ മശിഹ എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് പിന്നത്തേതിൽ ഏറ്റവും ഒടുവിലായിട്ടാണ് വരുന്നത്. ശിഷ്യന്മാർക്ക് പോലും യേശുക്രിസ്തു മശിഹയാണെന്നുള്ളതായ ഒരു തിരിച്ചറിവ് വരുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമാണ്. പരീശന്മാരും ശാസ്ത്രിമാരും പള്ളിപ്രമാണിമാരും ബഹുജനവും കർത്താവ് യേശുക്രിസ്തുവിനെ വേറൊരു അത്ഭുത പ്രവർത്തകനായി, അഥവാ ഇന്നത്തെ ലോകത്തിലാണ് എങ്കിൽ നമ്മൾ ഒരു മാജിക്കുകാരനായിട്ട് ഒക്കെയാണ് യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തിരുന്നത്, കണ്ടിരുന്നത്. എന്നാൽ വാസ്തവമായി അനേക അത്ഭുതങ്ങൾ ഇസ്രായേലിലും ഗലീലയിലും കബർനവൂമിലും യഹൂദയിലും ഒക്കെ യേശുക്രിസ്തു ചെയ്തതായിട്ട് വേദപുസ്തകം വിവരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ നടക്കണമെങ്കിൽ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ ദൈവമുണ്ട് എന്നെന്ത് ചെയ്യണം, വിശ്വസിക്കണം. അപ്പോൾ യേശുക്രിസ്തു മശിഹയാണ് എന്ന് വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയും നടന്നിരുന്നത്.
യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടതായ വ്യക്തികൾ യേശുക്രിസ്തുവിനെ കാണുവാൻ തക്കോണം ആഗ്രഹിച്ചു. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കാണുന്നതായ മാത്രയിൽ അവർക്ക് സൗഖ്യം ലഭിക്കുന്നത്. യേശുക്രിസ്തു സൗഖ്യമാക്കിയതായ ഇടങ്ങളിലൊക്കെ പറയുന്നത്, നിൻ്റെ വിശ്വാസം വലുത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഈ വിധ കാര്യങ്ങളിലൊക്കെ സൗഖ്യവും സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ എപ്രകാരമാണ് തുറന്ന് ഇടേണ്ടത്? കർത്താവ് യേശുക്രിസ്തു പോകുന്നതായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ പോയതിന് ശേഷം സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകും എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ്, കർത്താവ് യേശുക്രിസ്തുവിന് ശേഷം പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ആയിരിക്കും എന്ന ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പെന്തക്കോസ്ത് നാളിൽ വളരെ ശക്തമായിട്ട് ഉണ്ടാവുന്നതും കാണുവാൻ സാധിക്കും. പത്രോസ് അപ്പോസ്തലൻ്റെ ആ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗവും ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനവും ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കർത്താവ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തു, ഞാൻ പോയതിനു ശേഷം സത്യത്തിൻ്റെ ആത്മാവ് എന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്ന്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ നേടേണ്ടതിൻ്റെ ആവശ്യകത, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ തുറന്നു കൊടുക്കുകയാണ് എങ്കിൽ, വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധാത്മാവിനെ നമുക്ക് വേർപെടുത്തുവാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മോട് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം നമുക്കിപ്പോഴും ലഭ്യമാണ്. ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്നതായ എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുക തന്നെ ചെയ്യും. കർത്താവ് യേശുക്രിസ്തു ആയിരുന്ന കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എങ്ങനെ നടന്നോ ഇതേ കാലഘട്ടത്തിലും നടക്കേണ്ടുന്നതാണ്. നമ്മുടെ ഒരുക്കക്കുറവ് കൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് യെശയ്യാവിൻ്റെ പ്രവചനം 60-ാം അധ്യായം വായിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൈ കുറുകിയിട്ടില്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല, നമ്മുടെ പാപങ്ങൾ എത്ര അതിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നത് എന്ന് പറയുന്നു. ഇന്നത്തെ പാഠം ചർച്ച ചെയ്തതായ പാസ്റ്റർമാർ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാഠപഠനത്തിൻ്റെ അവസാനമായിട്ട് എഡ്വിൻ സാറുമായി ചുരുക്കമായി പ്രാർത്ഥിക്കും. സ്നേഹവാനായി നല്ല ദൈവമേ, ആഴമേറിയ സത്യങ്ങളെക്കുറിച്ച് അറിയുവാൻ, പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലും കർത്താവ് ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുവാൻ ഞങ്ങളെ ദൈവാത്മാവിൻ്റെ നടത്തിപ്പിന് സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, മർക്കോസ് ഈ പാഠത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു ആര് എന്ന് വളരെ വ്യക്തമായി നമ്മുടെ മുൻപാകെ വരച്ച് കാട്ടിയിരിക്കുന്നു. ഇസ്രായേലിലുള്ളതായ പരീശന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിച്ചതുപോലെയാണോ, അതോ വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കുന്നതായ തരത്തിലാണോ നാം വീക്ഷിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായ ആവശ്യമുണ്ട്. വിശ്വസിക്കുന്നവരിലൊക്കെയും ദൈവം ഇപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടമാണ്. ആയതുകൊണ്ട് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.